ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. നമ്മൾ കണ്ടിട്ട് 10 ദിവസമായി. സത്യം പറഞ്ഞ ഇവിടെ ആയിരുന്നു നമ്മൾ കണ്ടിട്ട് 10 ദിവസമായി. പക്ഷെ നമ്മുടെ സെക്കൻഡ് ചാനലിൽ നമ്മൾ പറന്ന് വീഡിയോ ഇടുമായിരുന്നു. ഉണ്ടായിരുന്നാ കണ്ടോ, ഡെയിലി നല്ല പൊളപ്പൻ ഗെയിമിംഗ് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇന്ന് നമ്മൾ ഞെക്കിപ്പിടിയാൻ പോകുന്ന ടോപ്പിക് ഏതാന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂസ്. ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ എങ്ങനത്തെ ആൾക്കാരെ കൊണ്ടായിരുന്നു ഇന്റർവ്യൂ ചെയ്യിച്ചുകൊണ്ടിരുന്നത്? വളരെയധികം എക്സിക്യൂട്ടീവ് ഇന്റലക്ച്വൽ ആയിട്ടുള്ള അറിവുകൾ പകർന്നു തരുന്ന ആൾക്കാർ, ബോധവും വിദ്യാഭ്യാസവും ഉള്ളവർ, മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാർ. പക്ഷെ ഇപ്പോഴത്തെ കുറെ ഇന്റർവ്യൂ എടുക്കുന്ന ടീംസ് ഉണ്ട്, കുറെ വെകളികൾ. എന്തുവാ പറയുന്നത്, എന്തുവാ ചെയ്യുന്നത് ഒന്നും അറിയത്തില്ല. തൊലിക്കാൻ അറിയാം. ശരിക്കും നമുക്ക് അറിവുകൾ പകർന്നു തരുമെന്ന് പറയപ്പെടുന്ന ഇപ്പോഴത്തെ ഇന്റർവ്യൂകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തലച്ചോറിന്റെ പാതി ഭാഗം തളർന്നു പോകും. ഇന്റർവ്യൂ ചിലവരൊക്കെയാണ് സിനിമയുടെ പ്രൊമോഷൻ ഇന്റർവ്യൂവിന് വരും. പക്ഷെ ഇപ്പൊ ഇന്റർവ്യൂവിന്റെ പ്രൊമോഷന് സിനിമ ചെയ്യുന്ന ആൾക്കാരാ. പേടിക്കണ്ട, ഞാനൊന്നും പറഞ്ഞില്ല. വേണ്ട, ഭക്ഷണം വേണ്ട. ചെയ്തോ? അയ്യോ, എന്തിനാ മോളെ? അയ്യേ ഇവരൊക്കെ ഒരു സിനിമ 2 പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇന്റർവ്യൂ എനിക്കെല്ലാം ഓർമ്മയുണ്ട്. കപ്പ് കാണുന്നില്ലേ? കപ്പ് ഫോക്കസ്, കപ്പ് ഈ ഫോക്കസിൽ കാണണമെങ്കിൽ എത്ര ദൂരം പോകണം? കപ്പിന്ന് കപ്പ് ഇങ്ങനെ കാണാൻ പറ്റണ്ട ഫുള്ളായിട്ട്? ഇല്ല, ഇത്ര പോണ്ടേ? അപ്പൊ ഭൂമിനെ ഫുൾ വട്ടത്തിൽ കാണണമെങ്കിൽ എത്ര ദൂരം പോകണം? എത്ര കിലോമീറ്റർ പോകണം? സഞ്ജയ്, ടെക്നോളജി പറയാം. ഭൂമി വട്ടത്തിൽ കാണുന്നോ? ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ തിരുത്തി. ഇപ്പോഴത്തെ ഇന്റർവ്യൂകൾ അറിവ് പകരുന്നു, അറിവ് അല്ലാതെ അങ്ങോട്ട് പകരുന്നു. ഇപ്പൊ കണ്ടോ, ഞങ്ങളുടെ ഷൈൻ ടോൺ ചാക്കോ ചന്ദ്രന് കാല് കുത്തിയവന്റെ കാല് വിട്ടു. എത്ര ദൂരം പോകണം? എത്ര ദൂരം പോകേണ്ടി വരും? അത്രയും ദൂരം പോയി കഴിഞ്ഞാൽ ഭൂമിനെ കാണാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആകാശം നോക്കുമ്പോൾ എല്ലാ ഗ്രഹവും കാണണ്ടേ? അത്രയും ദൂരത്ത് പോയിട്ട് എങ്ങനെ ഫോട്ടോ എടുക്കണം? അതൊക്കെ ആര് വിടാനാകെ ഫോട്ടോ ക്യാമറ? എന്റെ തലച്ചോറിന്റെ ചെറിയൊരു ഭാഗത്തുനിന്ന് എന്റെ ഇവിടുന്ന് മെഡുല ഒബ്ലഗാൻഡേ എന്ന് വരുന്ന ഒരു ചെറിയ അറിവ് വെച്ച് ഞാൻ പറഞ്ഞു തരാം. ഒരാൾ അവിടെ ചെന്ന് ഒരു ക്യാമറ, 2 ലൈറ്റും ട്രൈപോഡുമായിട്ടിരുന്ന് ഫോട്ടോ എടുക്കുവല്ല ഭൂമിയുടെ. എന്റെ നാസ ബ്രെയിൻ ആക്ടിവേറ്റ് ആയി. പല ടെക്നോളജികളുടെ സഹായത്താൽ ഇൻഫ്രാറെഡും അൾട്രാ വയലറ്റും ഒക്കെ ചേർത്ത് വെച്ചാണ് ഒരു ഫോട്ടോ നാസ എടുക്കുന്നത്. അല്ലാതെ അവിടെ ചെന്നിരുന്ന് ഒരു കാനോന്റെ 200D ക്യാമറയും വെച്ചുകൊണ്ട് ഒരു ക്ലിക്ക് അങ്ങനൊന്നും അല്ല പരിപാടി. പിന്നെ എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ അവിടെ ചെന്നിരുന്ന് ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. ഫോട്ടോ എടുത്തവർക്ക് തർക്കിക്കാം. എന്റെ സണ്ണി മനുഷ്യരുടെ പോലെ ഞാനൊരു ഭ്രാന്തനെ പോലെ അലഞ്ഞിരിക്കും. രാത്രി കിണ്ടി അന്വേഷിച്ച് നടന്നിരിക്കും. എന്റെ പിന്നാലെ നടന്നു. നിങ്ങൾ എന്താ കിണ്ടി അന്വേഷിച്ച് നടക്കും? രാത്രി ഉറക്കല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. കിളി പോയത് നോക്കെ. കിളി എവിടെ നിന്ന് പോയതാണ്? തലേന്നല്ലേ? തലയിൽ കിളിക്കിരിക്കാനാണോ തല? ഒരു പാനോ ഹീരോ വന്നിരുന്നുള്ള പോയി നമുക്കറിയാലോ. അപ്പൊ തലേന്ന് കിളി പോകുന്ന ആൾക്കല്ലേ. ഈ ഡോക്ടർമാർ ECG പോലെ എഴുതുന്നതൊക്കെ മെഡിക്കൽ സ്റ്റോറി ഇരിക്കുന്നവർക്കേ മനസ്സിലാവത്തുള്ളൂ. അതേപോലെ തന്നെ ഷൈൻ ടോം ചാക്കോ പറയുന്ന ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർക്കേ മനസ്സിലാവത്തുള്ളൂ. സത്യമായിട്ടും എനിക്കൊന്നും മനസ്സിലായില്ല. ആ പറഞ്ഞ ഒരു വാക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനൊരു പ്രത്യേക കോഴ്സ് തന്നെ വേണം. ഷൈൻ ടോം ചാക്കോ പറയുന്നത് മനസ്സിലാക്കപ്പെടാൻ 101 വഴികൾ. അപ്പൊ അവന്റെ പിന്നാലെ കിടന്ന് അവനെത്ര പഠിക്കണം, അവനെന്താ കുടിക്കണം, അവനെന്താ യഹി ഹോത്താ ഹേ ഇപ്പോഴത്തെ ഇന്റർവ്യൂസ്. ജീസസോ ക്രിസ്മസ് ട്രീയോ സാന്റക്ലോസോ എന്തെങ്കിലും. ക്രിസ്മസ് ജീസസിന്റെ ഒരു ജനിച്ച ഇതാണല്ലോ. Can I be your Jesus? Because I can show you heaven tonight. I love hell. ഞാൻ ഹാർഡ് കോറിന്റെ ആളാണ്. എനിക്ക് എല്ലാം ഇഷ്ടം. മതി, ഇത്ര മതി. എന്റെ ഒരു വെജിറ്റബിൾ ചാനലാണ്. എന്റെ ഈ വെജിറ്റബിൾ ചാനലിൽ ഇതൊന്നും അനുവദനീയമല്ല. ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി പൊട്ടാ പകര് പോക്കൃത്തിനെ വിളിച്ച് പറയുന്നതിന് ഇപ്പൊ പറയുന്ന പേരാ പിക്കപ്പ് ലൈൻ. ഇങ്ങനെ ഒരു തന്നെ ഞാൻ എന്റെ ഫോളോവേഴ്സിന്റെ ലിസ്റ്റ് വെച്ചേക്കുന്നത് തന്നെ ദൈവദോഷമാണ്. ഇവരെ ഫോളോ ചെയ്ത് വെച്ചാൽ എനിക്ക് ദൈവം നരകത്തിലെ സീറ്റ് വരത്തുള്ളൂ. ചുമ്മാ അറിഞ്ഞ വീഡിയോയിലൊക്കെ ഉള്ള പോക്കൃത്തിനെ വിളിച്ച് പറയുന്നത് നേരിട്ട് ഹീസ് എ ഗുഡ് ബോയ്. ദൈവത്തിനറിയാം. കണ്ണ് തെറ്റരുത്. ഇല്ല. മസ്താനി, are you a piano? എന്റെ Because I want to play you with my finger until you make beautiful noises. ഇല്ല, ഇവൻ ശരിയല്ല. ഇവനല്ലാതെ ശരിയല്ല, ഇവൻ വീഡിയോയിൽ ശരിയല്ല, അല്ലാതെ ശരിയല്ല. ഇപ്പോഴത്തെ ഏറ്റവും ഫേമസ് ഇന്റർവ്യൂ എന്നാണ് പറയപ്പെടുന്നത്. ജനപ്രിയ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ ഇവന്മാരാ. ഇരിക്കുന്ന 4 പേർക്ക് ജനം ഇഷ്ടം കാരണം 4 ഓമന പേരിട്ടെന്ന് അറിഞ്ഞു. 1-ാം വാണം, 2-ാം വാണം, 3-ാം വാണം, 4-ാം വാണം. അപ്പം നമ്മളോട് ഇന്നുള്ളത് കൽബ് ടീമാണ്. ഹായ് ഓൾ, വെൽക്കം. വിട്രോസിലേക്ക് സ്വാഗതം. സത്യം പറഞ്ഞ ഈ വീഡിയോയുടെ കാര്യം പറയുവാണെങ്കിൽ എനിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ടതേ ഇല്ല. എനിക്ക് അവനെ ഓരോണ്ണത്തിനും കാണുമ്പോൾ മോന്ത പിടിക്ക് ഇങ്ങനെ അങ്ങോട്ട് ഉറയ്ക്കാനാണ് തോന്നുന്നത്. അല്ല, നിങ്ങൾ കൽവിന്റെ ടീമിനല്ലേ ഇന്റർവ്യൂ ചെയ്യാൻ വിളിച്ചത്? പക്ഷേ ഈ കൽവിന്റെ ടീമിനെ ഇന്റർവ്യൂ ചെയ്യാൻ വിളിച്ചപ്പോൾ തന്നെ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും അവരുടെ വായിന്ന് പോക്കിരിത്തരം വേണ്ടാത്തതല്ല, വേറെ ഒന്നും വരത്തില്ലെന്ന്. പിന്നെ എന്തിനാ ഇവൻ ഈ പ്ലിങ്ങോന്നിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ തന്നെ മൂവിയുടെ പ്രൊമോഷന് വേണ്ടി അവരുടെ തന്നെ മൂവിയുടെ ടീംസ് ഇവരെ ഇതിനകത്തോട്ട് ഗില്ലടിക്കാനായിട്ട് വിട്ടേക്കുക. പോസ്റ്ററിൽ കാണുന്ന ഇദ്ദേഹമാണ് നായകൻ രഞ്ജിത്ത്, കുട്ടി നേഹ. ഹായ്.
ഇത് നേഹയ്ക്കൊരു ഹൈ അല്ല ഞാൻ എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന ആളാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. രഞ്ജിത്തിന്റെ ഹൈ ആയിരുന്നില്ല നേഹയുടെ. സത്യം പറഞ്ഞ ഇവന്മാർ ഉദ്ദേശിച്ച കൺസെപ്റ്റ് അത്യാവശ്യം നല്ലതായിരുന്നു. ഇവന്മാരൊരു താജ്മഹല പണിയാൻ ഉദ്ദേശിച്ചെങ്കിൽ എന്റെ പഴയ സ്കൂളിലെ കക്കൂസ് പോലായി പണിഞ്ഞു വന്നപ്പോ ഹക്കും പൊട്ടി സൈഡും ചളങ്ങി ഒരു കാശിയും കൊള്ളാതായി. എന്താണ് പ്രൊഫഷൻ? ഞാൻ ആക്ടറാണ്, സിംഗറാണ്, യോഗ ടീച്ചറുമാണ്. ഒന്ന് കാണിക്കോ ആസനം? അല്ല ഒരു ആസനം കാണിക്കോ? ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ പ്രൊഫഷൻ അവന് കാണണം. യോഗ ടീച്ചറിന്റെ ഇന്റർവ്യൂ ചെയ്യുവാണെങ്കിൽ അവൻ ആസനം കാണിച്ചു തരുമോ ചോദിക്കുന്നു. ഈ ഗൈനോക്കോളജിസ്റ്റിന്റെ ഇന്റർവ്യൂ ചെയ്യുവാണെങ്കിൽ പ്രസവം എടുത്ത് കാണിക്കുമോ ചോദിക്കുമോ? ഒന്ന് കാണിക്കോ ആസനം? ഈ ഒരു ഒറ്റ ഡയലോഗ് കൊണ്ട് ഭിത്തിയെ കയറിയ ഒരു മനുഷ്യനെ ഇവൻ. കൽവിന്റെ ടീമിന്റെ ഇന്റർവ്യൂവിനകത്ത് നീല ഷർട്ടിട്ട വേട്ടാവളിയൻ ഏതാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. ഇപ്പൊ നേഹയുടെ പാടായിരിക്കും. ഉള്ളതാട്ടോ. അയ്യോ, ഉള്ള ഏത് ആസനം വേണേലും നീ കാണും ഇല്ലയോ? എടാ വല്ല റോസ്റ്റാ എന്റർടൈൻമെന്റാ കോമഡിയാന്ന് അറിയാത്ത പിള്ളേരും വല്ലതും കാണും. അവന്മാരുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ ഇരിക്കുന്നതിന് മുമ്പേ അവന്റെ ആസനം വെട്ടും. നമുക്കിത് യോഗം ഇല്ലായിരിക്കും, ഉള്ളതാട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞ പുള്ളി കാണിക്കാൻ പറയും. ആളെ വേണ്ടത്ര പരിചയമില്ലാത്തോണ്ടാ. ആരവനെ ആസനം കാണിക്കാമെന്ന് പറഞ്ഞാലും അവനൊരു പോപ്കോൺ ഒക്കെ ആയിട്ട് അവിടെ വന്നിരിക്കും ആസനം കാണാൻ. അവനെയൊക്കെ നേഹ എഴുതിയിരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ നേഹയ്ക്ക് ആക്ടിങ്ങിലോട്ട് ഡീപ്പ് റെസ്പെക്റ്റ് ആണെന്നാണ്. അതെന്ത് സിനിമ കാണുമ്പോ ഭീമന്റെ കുഞ്ഞോലെ എഴുന്നേറ്റ് കാണും. ഇതാ പറഞ്ഞേ, ഇവന്മാർ കൺസെപ്റ്റ് കൊള്ളാം, പക്ഷെ ഇവന്മാർ അതുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്തെടുത്ത രീതി ഉണ്ടല്ലോ ഭയങ്കര തീട്ടമായി പോയി. പക്ഷെ വേറെ കാര്യം എപ്പോഴും മനസ്സിലാണ്, ഇവരെ അടകം കുറ്റം പറയുന്നതിന് മുമ്പേ മനസ്സിലാക്കിക്കോണം ഇത് ഈ കൽവിന്റെ ടീമിനും അറിയാം ഇങ്ങനെ തന്നെ ആന്ന്. ചിലപ്പോൾ കാണുന്നവർ കൽവിന്റെ ടീമിന് വേണ്ടി കിടന്ന് പോരാടിയിട്ട് അവസാനം മണ്ടന്മാരാവരുത്. എന്നാലും ഈ ഒരു ഇന്റർവ്യൂ പറഞ്ഞ പ്രൊമോഷൻ നല്ലപോലെ നടന്നിട്ടുണ്ട് കേട്ടോ. കൽബെന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും അറിയുന്നത്. ഡൂക്കൊക്കെ മേടിച്ചു വന്നോ സിനിമ ഉണ്ടെന്ന് ആൾക്കാർ അറിഞ്ഞില്ലയോ? കാശില്ലയോ കാശി. പിന്നെ എനിക്കൊരു കാര്യം അറിയാം, എനിക്കും ഉണ്ടായിരുന്ന ഒരു ഇന്റർവ്യൂ ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഈ ഇരിക്കുന്ന ഞാൻ എനിക്കാണെങ്കിൽ കാണുമ്പോ ക്രിഞ്ച് അടിച്ചിട്ട് എന്റെ തന്നെ രോമം പൊങ്ങും. ഇത് ഇവൻ എന്ത് പോയി കാണിക്കുന്നേ എന്ന് എനിക്ക് സത്യം പറഞ്ഞ വീഡിയോ കണ്ടാ നിങ്ങൾക്ക് മനസ്സിലായി. എനിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അയ്യോ അവന് വയ്യ, തീരെ ഒരു ചുണയില്ലാത്ത ചെറുക്കൻ. പക്ഷെ ഇപ്പൊ എന്നെ വിളിച്ചു നോക്കും, ഞാൻ ആരാ നിങ്ങൾ അറിയും. ചെറിയ കുട്ടിയാണ് അല്ലേ, കുഞ്ഞാണ്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് ഞാൻ വേറെ തട്ടുപോയി. കാര്യം എന്താന്ന് പറഞ്ഞാൽ ബിഹൈൻഡ് ദ വുഡ്സിന്റെ ഓഫീസിൽ തന്നെ മാറിയ സമയമുള്ളായിരുന്നു. എന്നിട്ട് എന്നെ ഈ ചേച്ചിയും കൂടെ ഏതാണ്ട് ഫാം പോലും ഇല്ലാത്ത ഒരു റൂമിൽ കൊണ്ടുവന്നിരുത്തി. അവിടെ കാറ്റ് കിട്ടാൻ പോട്ടെ, എനിക്ക് ശ്വാസം തന്നെ കിട്ടുന്നില്ലായിരുന്നു. ഓഡിയൻസിലുള്ള ഒരു ഉത്തരമായിക്കോട്ടെ, ചെയ്യണമെന്ന് വിചാരിക്കുന്നവർക്ക് ഇങ്ങനെ കണ്ടാൽ ഞാൻ പിടിച്ച് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും കറക്റ്റ് ഒരു വീഡിയോക്കകത്ത് ഒരു വട്ട് കേസായിരിക്കണം. വട്ട് കേസ് ആകെപ്പാടെ ഈ വീഡിയോക്കകത്ത് വട്ട് കേസ് ഞാൻ നോക്കിയത് നീയാ. അദ്വൈതം എങ്ങനെയാണ് ശരിക്കും നിങ്ങളുടെ കൂടെയൊക്കെ എങ്ങനെയാ ഒരു സ്റ്റാർ ഇവരില്ലേ ഒരുമാതിരി മറ്റേ കഞ്ചാവിന്റെ പ്രതികളെ കൊണ്ട് നിർത്തിയേക്കുന്ന പോലെ പ്രതി 1, പ്രതി 2, പ്രതി 3 എന്റെ കൂട്ടത്തിൽ വന്ന കഞ്ചാവുകളായത് 3 പിന്നെ അവരെ ഞാൻ കുറ്റം പറയാൻ നിൽക്കുന്നില്ല. അവർ ഓഫീസ് മാറിയ സമയം എന്തോ ആയിരുന്നു. അവിടെ ബിഹൈൻഡ് ദ വുഡ്സ് എന്റെ അടുത്ത ഇന്റർവ്യൂവിൽ മര്യാദയ്ക്ക് വിളിച്ചോ ഞാൻ പറഞ്ഞേക്കാം. എന്നെ എന്നിട്ട് AC ഉള്ള റൂമിൽ കൊണ്ടുവരുത്തി പോകണം. ആരുടെങ്കിലും ഭാഗ്യത്തിന് ഞാനെങ്ങാണോ ഇനി ഭാവിയിൽ വലിയൊരു സിനിമാ നടനായാലോ നിങ്ങൾ ദുഃഖിക്കും. പിന്നെ അങ്ങോട്ട് എന്നെ ഈ പാവം പിടിച്ച ആങ്കറിനെ പാവം ഒരു ചേച്ചിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇനി നല്ല റൂമിൽ കൊണ്ട് ഇന്റർവ്യൂ ചെയ്യിപ്പിച്ചോളൂ. എപ്പോഴും ആലപ്പുഴ എന്ന് പറയുമ്പോൾ ഈ വെള്ളം കളി, ബാക്ക് വാട്ടേഴ്സ്, അങ്ങനത്തെ ഒരു റീജിയനെ നമ്മൾ എപ്പോഴും അതെ, ഞങ്ങളുടെ ആലപ്പുഴ എന്ന് പറയുന്നവരെ എല്ലാവർക്കും ഒരു വിചാരമുണ്ട് ഇവിടെ തോടും വള്ളവും കൃഷിയും ഒക്കെ മാത്രമേ ഉള്ളൂ. അങ്ങനല്ല, ഞങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയൊരു ബാംഗ്ലൂർ തന്നെ ഉണ്ട്. ആലപ്പുഴ മൊത്തം അങ്ങ് കുട്ടനാടൊന്നും അല്ല കേട്ടോ, ഇവിടെ പട്ടണമൊക്കെ ഉണ്ട്. പിന്നെ അവര് തന്നെ അവരുടെ രണ്ടുപേരുടെ ബയോ അയച്ചു തന്നിട്ടുണ്ട്, നായകനും നായകൻ. രഞ്ജിത്തിനെ ഇൻസ്പയർ ചെയ്യുന്നത് ഋത്തിക് റോഷൻ ആണ്. ഇതില് പുള്ളിനെ കണ്ട എനിക്കൊരു അഭിനയത്തിന് താല്പര്യം വന്നത്. അതെ, വൃത്തിക്ക് റോഷൻ മാത്യുവിൽ ആയാൽ മതിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ആലപ്പുഴ ബീച്ചിന്റെ ഫ്രണ്ട് ഒരു ചാലഞ്ച് നടത്താം. ഈ വീഡിയോ കണ്ടിട്ട് ചിരിക്കുന്നാക്ക് ഞാൻ എന്റെ ചാനലിന്റെ പാസ്വേഡ് ഒക്കെ അങ്ങ് എഴുതി കൊടുക്കാൻ പോകും. എന്തായാലും എന്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അമല ഷാജി ജയിലിൽ പോകുമോ അത് കാണണമെങ്കിൽ ഇങ്ങോട്ട് പോകും.